ഈ സബ്സിഡി കിട്ടത്തില്ല അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട്. എല്ലാ ഫുഡ് ഐറ്റംസും നമുക്ക് ഇതിനകത്ത് എല്ലാ ഫുഡ് ഐറ്റംസും ഉണക്കാം. നമുക്ക് മുളക്, മല്ലി, ഇറച്ചി, മീനും എല്ലാം നമുക്ക് കറണ്ട് വേണ്ടെന്നുള്ളതാണ്. ഒട്ടും കറണ്ട് ആവശ്യമില്ല. മംഗളത്തിൽ അല്ല, ഇന്ത്യയിൽ തന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാം. ഇത് SS ട്രേ, ഇതിന്റെ കനം വ്യത്യാസം, അതുപോലെ ഹോൾ സൈസ്, അതെല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. അവർക്ക് കസ്റ്റമർ പറയുന്ന തരത്തിലുള്ള ഇതിന് 2 കൺട്രോൾ പാനൽ ഉണ്ട്. നമുക്ക് പകുതി പോർഷൻ മാത്രമാണെങ്കിൽ ഓൺ ചെയ്യാം. ഇതുണ്ട്, ഇത് ഡ്രയറാണ്. നമ്മളുടെ ഫുഡ് ഐറ്റംസ് നമുക്ക് ട്രൈ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഡ്രയറാണ്. ശരിക്കും ഇത്തരം ഡ്രയർ നമുക്ക് 60% നമുക്ക് സബ്സിഡിയിൽ കിട്ടിയാലോ. അതായത് 9,000 രൂപ മുതൽ നമുക്ക് ഇതുപോലെ ഡ്രയർ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടിയിലുള്ള മെഗ്മാർക്ക് ഇൻഡസ്ട്രീസിലാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. കാരണം ജാതി, കൊപ്ര, അതുപോലുള്ള പല സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് ഉണക്കി പല ബിസിനസ്സും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മുടെ കൂടെ ഇപ്പം അർഷാദ് ഉണ്ട്. അർഷാദ് നമസ്കാരം. നമസ്കാരം. പിന്നെ ഇപ്പൊ 60% സബ്സിഡി ഉണ്ടെന്ന് അറിയുന്നു. അപ്പൊ അതിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് നോക്കേണ്ടത്. ഇലക്ട്രിക് ഡ്രയർ ആണിത്. നമുക്ക് അഗ്രി മെഷീനറിയുടെ സബ്സിഡി സ്കീമിൽ ഉൾപ്പെട്ടിട്ടുള്ള മെഷീനാണ്. നമുക്ക് ടോട്ടലി 7 മോഡൽ ഡ്രയർ ഞങ്ങൾ ഈ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇലക്ട്രിക്കിൽ 5 മോഡൽ ഉണ്ട്. അതുപോലെ തന്നെ ഫയർവുഡിൽ 2 മോഡൽ ഡ്രയറുണ്ട്. നമുക്ക് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു സൈസിൽ വരുന്ന ഡ്രയർ ആണിത്. ഇതിൽ നമുക്ക് 10 ട്രേ ആണ് കപ്പാസിറ്റി. 10 ട്രേ ഇത് വരുന്നുണ്ടല്ലോ. അതെ. ഇപ്പൊ നാളികേരമാണ് ഉണക്കുണ്ടെങ്കിൽ നമുക്ക് 160 നാളികേരം ഒരേ സമയം ഉണക്കിയെടുക്കാം. ഇത് ഫുള്ളി ഇലക്ട്രിക് ആണ്, ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ചെയ്ത് ഡ്രൈ ചെയ്യാം. എത്ര ഡിഗ്രി ചൂടാണ് ഉള്ളിൽ വേണ്ടത് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ടൈം സെറ്റ് ചെയ്യാം. എത്ര മണിക്കൂർ നമുക്ക് ഐറ്റം ഉണങ്ങണം എന്നുള്ളത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലുള്ള എല്ലാ നമുക്ക് ഐറ്റംസ് നമുക്ക് ഡ്രൈ ചെയ്യാൻ പറ്റും. ഇതിപ്പോ നെല്ലിക്കയാണ്. അതുപോലെ തന്നെ ക്യാരറ്റ് ഉണങ്ങി കഴിഞ്ഞാൽ അതുപോലെ ഇത്രയും കളറില് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ആ ഒരു സൗണ്ട് കേട്ടോ, നല്ല കിലുകിലാ സൗണ്ട് ഉണ്ട്. അതെ. പിന്നെ ഇത് നമുക്ക് കപ്പയാണ്. അതുപോലെ തന്നെ ബീറ്റ്റൂട്ട്. അതെ, ബീറ്റ്റൂട്ടൊക്കെ നല്ല ഒടിഞ്ഞു കിട്ടുകയാണ്. കൊള്ളാം. അതുപോലെ ഇത് കിഴങ്ങ് അല്ലേ? കിഴങ്ങാണല്ലേ ഇത്? കപ്പലണ്ടി. അപ്പൊ ഇങ്ങനെ 10 എണ്ണമാണ്, 10 ട്രേ ആണ് ഇതിനകത്ത് വരുന്നത് അല്ലേ? അപ്പൊ ഇത് എല്ലാ ഫുഡ് ഐറ്റംസും നമുക്ക് ഇതിനകത്ത് എല്ലാ ഫുഡ് ഐറ്റംസും ഉണക്കാം. നമുക്ക് മുളക്, മല്ലി, ഇതുപോലെ വാഷ് ചെയ്ത് ഉണക്കേണ്ട സാധനങ്ങളാണെങ്കിൽ അത് ഉണക്കാം. ഫിഷ് ഉണക്കാം, ഇറച്ചി, മീനും എല്ലാം നമുക്ക് കൊപ്ര, പിന്നെ ജാതി. ഇപ്പൊ ശരിക്കും നമുക്ക് ജൂൺ മാസം ഒക്കെ ആയിക്കഴിഞ്ഞാൽ മഴയാണെങ്കിൽ പിന്നെ ഇതൊന്നും നമുക്ക് പുറത്തിട്ട് ഉണക്കാൻ പറ്റില്ല. ജാതി കർഷകർക്ക് വളരെ യൂസ്ഫുൾ ആയത്. അവർക്ക് കായ ഉണക്കാനും പറ്റും, അതുപോലെ തന്നെ പത്രി ഉണക്കാനും പറ്റും. പത്രിക്കൊക്കെ അതിന്റെ കറക്റ്റ് കളറിലും അല്ല പൊടിഞ്ഞു പോകാതെയൊക്കെ നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും അത് പൂത്തു പോകുന്നത് അല്ലേ? അതിന്റെ ഒരു വലിയ വിഷയമാണ്. അപ്പൊ ഇത് ഇപ്പൊ സബ്സിഡിയിൽ നമുക്ക് എത്ര ശതമാനം സബ്സിഡി? 60% സബ്സിഡി ഉണ്ട്. സബ്സിഡി വരുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യണ്ടേ? അതിന് നിങ്ങൾക്ക് പിന്നെ ഇതുപോലെ സബ്സിഡിയിൽ വാങ്ങാൻ താല്പര്യമുള്ളവര് അവര് നമുക്ക് അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തരേണ്ടതുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ഞങ്ങൾ തന്നെ എന്ത് ചെയ്യും, അവർക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കും. നമ്മൾ തന്നെ ചെയ്യും. നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അലോട്ട്മെന്റ് പ്രകാരം സബ്സിഡി അവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓർഡർ കിട്ടും. പർച്ചേസ് ചെയ്യാൻ ഓർഡർ കിട്ടുന്ന സമയത്ത് അവർക്ക് മെഷീൻ പർച്ചേസ് ചെയ്യും. ശരി. അപ്പം ഈ സബ്സിഡി കിട്ടത്തില്ല അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ടോ? അങ്ങനെ പ്രശ്നങ്ങളില്ല. സബ്സിഡി എല്ലാവർക്കും കിട്ടും. അതിന് ചെറിയൊരു പ്രൊസീജിയർ ടൈം ഉണ്ട്. അത് ഇപ്പൊ അതിന്റെ പിന്നെ സമയമാണ്. അതെ, ഇപ്പൊ നമുക്ക് അപേക്ഷ കൊടുക്കാനുള്ള സമയമാണ്. ഇപ്പൊ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാനുള്ള ഓർഡർ അവർ തരുന്ന സമയത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ ടൈം ആകുമ്പോൾ അതിന്റെ സബ്സിഡി വാങ്ങുന്ന കസ്റ്റമർ അക്കൗണ്ടിലേക്ക് സബ്സിഡി ചെല്ലുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം മുഴുവൻ തുകയും കൊടുത്ത് സാധനം വാങ്ങിക്കണം. അതിനുശേഷമാണ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സബ്സിഡി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അപ്പൊ ഇതിപ്പോ ഏതാണ് മെറ്റീരിയൽ? നമ്മൾ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചിരിക്കുന്നത്? നമ്മൾ GA-ലാണ് ഈ ഡ്രയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഔട്ടർ ബോഡി ഹൈലം ഷീറ്റും. ശരി. ഔട്ടർ ബോഡി ഹൈലം ഷീറ്റും GA ആണ്. ഇത് പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. അത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആണ്. അപ്പൊ GA-യുടെ ഒരു ഇതൊന്ന് കണ്ടല്ലോ, ഈ ഒരു റാക്ക് ഒന്ന് കണ്ടാൽ നമുക്ക് ആ ഡ്രയറിൽ കാണാം. ഇത് പല ടൈപ്പ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഇന്നർ ബോഡി നമുക്ക് GA അവൈലബിൾ ആണ്. അതുപോലെ തന്നെ SS അവൈലബിൾ ആണ്. ഹൈലാം ഷീറ്റ് അവൈലബിൾ ആണ്. ഇതിപ്പോ GA-ൽ വരുന്നതാണ്. ഇത് GA-ലാണല്ലേ? അതെ, GA-ൽ വരുമ്പോൾ നമ്മൾ കോൺടാക്ട് ഏരിയ അലൂമിനിയം ആയിരിക്കും. ഇത് അലൂമിനിയം ആണ്. നല്ല സ്റ്റൈൽ ആയിട്ടുണ്ടല്ലോ. അപ്പൊ അടിയിൽ മെഷ് പോലെ GA-ന്റെ സ്ട്രക്ചർ GA ആയിരിക്കും.
ഓക്കെ. ഇങ്ങനെയാണ്. എന്നാലും പക്ഷെ കോണ്ടാക്ട് അലുമിനിയം ആണല്ലേ? ഓക്കെ, അത് കൊള്ളാം. അപ്പൊ ഇത് എത്ര റാക്ക് വരുന്നതാ? ഇതിൽ 5 ട്രേ. 5 ട്രേ ആണ് ഇവിടെ വരുന്നത് അല്ലേ? അതിന്റെ തൊട്ട് താഴെയുള്ള ഇതാണല്ലേ? ഇത് 5 ട്രേ. പിന്നെ അതിന്റെ ചെറുതുണ്ടോ? ഇത് 4 ട്രേ. ഇത് 4 ട്രേ ആണ്. അതെ. സാധാരണ നമ്മൾ ഓരോന്നും ട്രൈ ചെയ്യാൻ എത്ര സമയമൊക്കെ വേണ്ടി വരും? അത് ഓരോ ഐറ്റം വ്യത്യസ്ത ടൈമാണ് വരുന്നത്. നാളികേരാണെങ്കിൽ ഏകദേശം 30 മണിക്കൂറാണ് വേണ്ടത്. 30 മണിക്കൂർ. ഒരു 22 to 30 മണിക്കൂർ. ജാതിപത്രിക്കാണ് ലൈറ്റ് ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ ഒരു 8 മണിക്കൂറിലാണ് നല്ല കളർ കിട്ടുന്ന രൂപത്തിൽ ട്രൈ ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ ടെമ്പറേച്ചർ കൊടുത്തിട്ട് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ജാതിപത്രി 8 മണിക്കൂർ. 8 മണിക്കൂർ. അപ്പൊ ഒരു പകലോ അല്ലെ രാത്രി കൊണ്ട് അതങ്ങ് ഉണങ്ങി ചെറിയ ടെമ്പറേച്ചർ കൊടുത്തിട്ട് നല്ല കളറിൽ നമുക്ക് ഉണങ്ങിയെടുക്കാം. അപ്പൊ ഇതിന് എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് വരുമോ? ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ? സർവീസ് കാര്യങ്ങളെല്ലാം പിന്നെ ഓൺ സൈറ്റ് സർവീസ് തന്നെയാണ്. ചെറിയ മെഷീന് മാത്രം നമ്മൾ ഓൺലൈൻ സർവീസ് ആണ് വരുന്നത്. ബാക്കി വലിയ മെഷീൻ ആണെങ്കിൽ സൈറ്റ് സർവീസ് തന്നെയാണ് വരുന്നത്. നമ്മൾ വാറണ്ടി ടേംസ് കണ്ടീഷൻ പറഞ്ഞാൽ നമുക്ക് 1 year ഫ്രീ സർവീസ് ആണ്. അതിൽ എന്ത് കംപ്ലൈന്റ് സ്പെയർ ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്യേണ്ട സ്പെയർ എല്ലാം റീപ്ലേസ് ചെയ്ത് കൊടുക്കും. പിന്നെ സർവീസർക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് മാത്രം ആണ് നമ്മൾ ഈടാക്കുന്നത്. ശരി ശരി. അപ്പോൾ 1 year വാറണ്ടി ആണ് വരുന്നത്. 1 year വാറണ്ടിയാണ് വരുന്നത്. 1 year മെഷീൻ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ആ സ്പെയറിന്റെ റീപ്ലേസ് ചെയ്യേണ്ട സ്പെയർ റീപ്ലേസ് ചെയ്യും. അതെ. അതുപോലെ തന്നെ സൈറ്റിൽ വന്ന് ചെയ്യേണ്ട കംപ്ലൈന്റ് ആണ് നമ്മൾ സൈറ്റിൽ ചെയ്ത് കൊടുക്കും. അതെല്ലാം ഫോണിലൂടെ നമുക്ക് പറഞ്ഞു കൊടുത്ത ക്ലിയർ ആകുന്ന കംപ്ലൈന്റ് ആണെങ്കിൽ ഫോണിലൂടെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. സൈറ്റിൽ വരേണ്ടി ആകുമ്പോൾ നമ്മൾ വാറണ്ടിക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് മാത്രമാണ് നമ്മൾ ഈടാക്കുന്നത്. ശരി. പാർട്സ് ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് പാർട്സ് ലേബറും ഫ്രീ ആയിരിക്കും. അപ്പൊ ഇത് നമുക്കിപ്പോ തൃശ്ശൂര് ചാലക്കുടിയിലാണല്ലോ? ചാലക്കുടി. നമുക്ക് എവിടെയൊക്കെയാണ് ഇതിന്റെ സ്ഥാപനം? നമ്മൾ മാനുഫാക്ചർ വരുന്നത് കോഴിക്കോടാണ്. ഇവിടെ നമുക്ക് സെയിൽസ് ആൻഡ് സർവീസ് ചാലക്കുടിയിലുണ്ട്. ശരി ശരി. അപ്പൊ നമുക്ക് എവിടെ കേരളത്തിൽ എവിടെയും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ? കേരളത്തിൽ അല്ല, ഇന്ത്യയിൽ തന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാം. പോരാതെ നമുക്ക് പുറത്തെ കൺട്രീസിലേക്കും സാധനം പോകുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്? നമുക്ക് ചെറിയ മെഷീനൊക്കെ ആണെങ്കിൽ നമ്മൾ വുഡ് വെച്ചിട്ട് പാക്ക് ചെയ്തിട്ട് നമ്മൾക്ക് പാർസൽ വഴി അയച്ചു കൊടുക്കും. എവിടെയാണെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ മെഷീൻ ആണെങ്കിൽ പാർസൽ പോകാത്ത സൈസ് ആണെങ്കിൽ വലിയ മെഷീൻ ആണെങ്കിൽ ഡയറക്റ്റ് വണ്ടിയിൽ തന്നെയാണ് മെഷീൻ എത്തിച്ചു കൊടുക്കും. അതിന് പ്രത്യേകം ചാർജോ അങ്ങനെ നമുക്ക് ഇപ്പൊ നമ്മൾ റേറ്റ് എല്ലാം നമ്മൾ പറയാം, ഓൺ കമ്പനിത്തെ റേറ്റ് ആണ് പറയാം. ഫാക്ടറി റേറ്റ് ആണ് കൊടുക്കുന്നത്. പിന്നെ അവർക്കുള്ള ഇൻക്ലൂഡിങ് GST പ്രൈസ് ആണ് കൊടുക്കുന്നത്. പിന്നെ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് മാത്രം എക്സ്ട്രാ ആണ് വരിക. അപ്പൊ ഇപ്പോ നമുക്ക് സബ്സിഡി ആയിട്ട് വരുന്നത് ഈ 3 എണ്ണത്തിനാണോ? അല്ല, ഈ നമുക്ക് ഇതിപ്പോ 10 ട്രേ. ഇതിന്റെ തൊട്ടതായ 8 ട്രേ ഉണ്ട്. 8 ട്രേക്ക് സബ്സിഡി ഉണ്ട്. അതുപോലെ തന്നെ 5 ട്രേക്ക് സബ്സിഡി ഉണ്ട്. 4 ട്രേ 3 ട്രേ ഇതിനെല്ലാം സബ്സിഡി ഉണ്ട്. സബ്സിഡി ഉള്ളതാണ്. പിന്നെ കൂടാതെ നമുക്ക് ഫയർവുഡിന് ഡ്രയർ ഉണ്ട്, അതിനും സബ്സിഡി ഉണ്ട്. നമുക്ക് അതും വേണമെന്ന് കാണാം. അപ്പൊ ഇത് നമ്മൾ തീയിൽ ചൂടാക്കുന്നതാണ് അല്ലേ? ഇത് വിറക് കത്തിച്ച് ചെയ്യുന്നതാണ്. ഓക്കെ. ഇതെങ്ങനെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു? ഇതിൽ നമുക്ക് പിന്നെ 5 ട്രേ ആണ് ടോട്ടൽ വരുന്നത്. 5 ട്രേ ആണ്. ഓക്കെ. ഇതിൽ നാളികേരം ആകുമ്പോൾ മാക്സിമം ഒരു 250 നാളികേരം വരെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. കറണ്ട് വേണ്ടെന്നുള്ളതാണ്. ഇതിൽ ഒട്ടും കറണ്ട് ആവശ്യമില്ല. നമുക്ക് പറമ്പിലോ എവിടെ ആണെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ട് ഒരു പോക്കോയിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് പറമ്പിൽ തന്നെയുള്ള എല്ലാ വേസ്റ്റ് വിറകും, തൊണ്ട്, മടല്, ചിരട്ട എല്ലാം ചകിരി ഇതെല്ലാം കത്തിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ എല്ലാ ഐറ്റംസും നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ ഉണക്കിയെടുക്കാൻ പറ്റും. ഇത് വരുന്നത് MS ആണ്. MS ആംഗിൾ ആണ് വരുന്നത്. അതുപോലെ തന്നെ GA നെറ്റ്, കോൺടാക്ട് ഏരിയ അലുമിനിയം. അതെ. ബോഡി വരുന്നത് GA യും MS ആണ്. ഇവിടെയാണ് നമുക്ക് ഇതിന്റെ ഫയർ ചെയ്യുന്നത്. ഫയറിംഗ് ചേമ്പർ ഇവിടെയാണ് ഫർണസ് വരുന്നത്. ഇതിൽ നമുക്ക് എല്ലാ വിറകും ഫില്ല് ചെയ്യാം. പറമ്പിലിട്ട് എന്ത് വിറകും എന്ത് ഇതുമാണെങ്കിൽ ഇട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ചൂട് മാത്രമേ പോകുള്ളൂ. അതിന്റെ പ്രത്യേകത. പുക കയറില്ല. അതിന്റെ പുകന്റെ ടേസ്റ്റ് ഒന്നും ഉള്ളിലേക്ക് ബാധിക്കില്ല. ചൂട് മാത്രമേ ഉള്ളിലേക്ക് ബാധിക്കുള്ളൂ. ആണല്ലേ? ഇപ്പൊ നമുക്ക് തേങ്ങയൊക്കെ ആണെങ്കിലും നിറയെ തൊണ്ട്, ചിരട്ട എല്ലാം ഉണ്ടാവും. അതെല്ലാം നമുക്ക് എല്ലാം ഇതിലിട്ട് കത്തിക്കാം. ടെമ്പറേച്ചർ ഇവിടെ കാണിക്കും, റീഡിങ് ഉള്ളിൽ എത്ര ടെമ്പറേച്ചർ വരണം. അതിവിടെ ഉണ്ടാവും അല്ലേ? അതെ അതെ. പിന്നെ നമ്മളിപ്പോ മാനുവൽ ആയിട്ട് ടെമ്പറേച്ചർ നോക്കണം ഇതിന്റെ. അതെ അതെ അതെ. പിന്നെ ഇതിന്റെ മുകളിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അടക്ക, നാളികേരം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെയും ചൂടാക്കാം. ട്രൈ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ ഇതും നമുക്ക് സബ്സിഡി സ്കീമിൽ വരുന്നതാണ്. അതെ അതെ. അത്യാവശ്യം പറമ്പും പിന്നെ ജാതിക്ക് ഇതൊക്കെ ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രയറാണ്. കറണ്ട് ആകുന്നില്ല എന്നുള്ളതാണ് വലിയൊരു. കറണ്ട് ആവുന്നില്ല. നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങൾ തന്നെ ഇട്ട് കത്തിച്ച് നമുക്ക് ഡ്രൈ ആക്കി ചെയ്യാം. ഇതിന്റെ തൊട്ട് അടുത്ത സൈസാണ് ഇത്. ഇതിൽ 10 ട്രേ വരും. ഡബിൾ ഡോർ ആണ്. 10 ട്രേ വരുന്നത്. ഇത് 10 ട്രേ വരുന്നുണ്ടല്ലേ? അതെ അതെ. ഇതിൽ കുറച്ചുകൂടിയും ചെറിയ ട്രേ വരിക, നമുക്ക് കൈകാര്യം ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അത് കൊള്ളാം.
അപ്പൊ ഇതും സബ്സിഡിയിൽ വരുന്നതാണ്. ഇതും 60% സബ്സിഡി ഉള്ളതാണ്. ഓ ശരി ശരി ശരി, അതാണോ പോക്കുഴല്? ഇതാണ് പോക്കോല്. ഇത് ഒരെണ്ണത്തിന്റെ ബാക്ക് വശം അല്ലേ? അതെ അതെ അതെ. നമുക്ക് ഇവിടെ ഒരു സിമെന്റിന്റെ 4 ഇഞ്ച് പൈപ്പ് അറ്റാച്ച് ചെയ്ത് ഇതുപോലെ ഇപ്പൊ റൂഫാണ്, റൂഫിൽ ഒരു ഹോള് കൊടുത്ത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാല് പുകന്റെ ശല്യം നമുക്ക് ഫീൽ ചെയ്യില്ല. കത്തിച്ച് കഴിഞ്ഞാല് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം. ശരി. ഇത് ഇതിന്റെ ചാരം പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ടൂളാണ്. നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, വരുന്ന ചാരം എന്ത് ചെയ്യാം, അടിയിലൊരു കൊട്ട വെച്ചിട്ട് ചാരം നമുക്ക് പുറത്തേക്ക് വടിച്ചെടുക്കാം. ഇത് ഉപയോഗിച്ച് പുറത്തേക്ക് വടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാം. അപ്പൊ ചാരം അല്ല ഇതിനകത്ത് തന്നെ നമുക്ക് സേഫ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതെ അതെ. ഇപ്പം കണ്ടതിന്റെ തൊട്ടടുത്ത സൈസാണിത്. ഇതിൽ 12 ഡ്രയർ ഉണ്ട്. രണ്ടും സെയിം ഡ്രയർ തന്നെ കേട്ടോ. ഇത് രണ്ട് വ്യത്യാസം പറഞ്ഞാല് ഇതിന്റെ പുറം ഷീറ്റ് ഹൈലം എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്, വൈറ്റ് കളറ്. ഇത് ജി ആണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ വ്യത്യാസം. അതുപോലെ തന്നെ അത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആണ്. കസ്റ്റമർ ഏത് മെറ്റീരിയൽ ആണ് പറയുന്നത് നമുക്ക് ചെയ്തു കൊടുക്കും. ശരി. അതുപോലെ തന്നെ ഇതിന്റെ ഇന്നർ മെറ്റീരിയൽ, ഇന്നർ ബോഡി ഇത് SS ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. അതുപോലെ തന്നെ വേറെ ഡിഫറൻസ് കാണിച്ചു തരാം. ഇത് ട്രേ, ഇത് GI ട്രേ, കോണ്ടാക്ട് അലൂമിനിയം. ഇത് SS ട്രേ 304. 304 തന്നെ പല വെയിറ്റ്, ഇതിന്റെ കനം വ്യത്യാസം, അതുപോലെ തന്നെ ഹോൾ സൈസ്, അതെല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. അവർക്ക് കസ്റ്റമർ പറയുന്ന തരത്തിലുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് എത്ര ട്രേ വരുന്നത്? ഇതിൽ 12 ട്രേ. നമുക്ക് ഇതിന്റെ അടുത്ത സൈസ് 16 ട്രേ. ഇത് സബ്സിഡിയിൽ വരുന്നതാണോ? ഇത് പിന്നെ അഗ്രി മെഷീനറീസിന്റെ സബ്സിഡി വരില്ല. ഇത് വ്യവസായ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ് സബ്സിഡിയിൽ വരുന്നതാണ്. ഓക്കെ. ഇനി ഇതുപോലത്തെ ട്രയർ ഏതാ ഉള്ളത്? നമുക്ക് ഇതിന്റെ അടുത്ത സൈസ് 24 ട്രേ. 24 ആണല്ലേ? നാളികേരാണെങ്കിൽ ഒരു 380 നാളികേരം സെറ്റ് ചെയ്യാം. ഇത് അതിന്റെ വലിയ ഇത് അതിന്റെ വലിയ, ഇതാണ് കൂടുതലായിട്ടും ഓയിൽ യൂണിറ്റുകളിലൊക്കെ, കൂടുതലും ഓയിൽ മില്ലുകളിലൊക്കെ പോകുന്ന ടൈപ്പാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇതിന് 2 കൺട്രോൾ പാനൽ ഉണ്ട്. ശരി. അതായത് നമുക്ക് പകുതി പോർഷൻ മാത്രമാണെങ്കിൽ ഓൺ ചെയ്യാം, അതല്ല ഫുൾ ആയിട്ട് ഓൺ ചെയ്യണമെങ്കിൽ ഫുൾ ആയിട്ട് അങ്ങനെ ചെയ്യാം. നമുക്ക് 2 ടേസ്റ്റ് ഉള്ള സാധനം ഉണ്ടെങ്കിൽ അതിന്റെ ചോയ മിക്സ് ആവാതെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പകുതി പോർഷൻ മാത്രം ഒരു ഐറ്റം വെക്കാം, മറ്റേ ഐറ്റം മറ്റേ ഭാഗത്ത് സെറ്റ് ചെയ്യാം. നമുക്ക് ഫുൾ ആയിട്ട് ഓൺ ചെയ്യാം. ഐറ്റം ഇല്ലാത്ത സമയത്ത് ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാനൊക്കെ വേണ്ടി അങ്ങനെ ചെയ്യാം. ഇനി ഫുൾ ആയിട്ടാണെങ്കിൽ അങ്ങനെ ഓൺ ചെയ്യുകയും ചെയ്യാം. ഓക്കെ. അപ്പൊ ഇത്രയും ഡ്രയർ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമുക്ക് പിന്നെ ഉള്ളതെല്ലാം നമ്മളെ കമ്പനിയിൽ വന്നു കഴിഞ്ഞാല് ഇതിന്റെ ബൾക്ക് വലിയ മോഡലെല്ലാം വലുതുണ്ട്. അതെ അതെ. 2000 നാളികേരം വരെയുള്ള പിന്നെ ടൈപ്പ്, എല്ലാ ടൈപ്പ് ബൾക്ക് ടൈപ്പ് ആണെങ്കിൽ അത് ടൈപ്പ്, എല്ലാ ടൈപ്പ് ഡ്രയറും അവിടെ വന്നേക്കുണ്ട്. സ്മാം ബേസിൽ നമുക്ക് 60% സബ്സിഡി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 35% സബ്സിഡി നമ്മുടെ വ്യവസായ വകുപ്പിൻ്റെതുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ബിസിനസ് തുടങ്ങാനായിട്ട് പറ്റിയ സമയമാണിപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ ട്രൈ ചെയ്യാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ സംഗതി എല്ലാം നല്ലതാണ്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഷെയർ ചെയ്തതിന് താങ്ക് യു. അപ്പോൾ തൽക്കാലം നിർത്താം. അപ്പോൾ നിങ്ങളിത് എല്ലാ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്തേക്ക്, കാരണം ഇതെല്ലാം പ്രയോജനം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഷെയർ ചെയ്യുക. അപ്പോൾ തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. ഒരു ബൈ പറഞ്ഞു. ബൈ.